ഇന്നത്തെ എൻ്റെ റെസിപ്പി തനി നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ പെരട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ പെരട്ടാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ടൈം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നേ. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ പെരട്ടിൻ്റെ കൂടെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ 2 വലിയ സവാളയും ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചിക്കനകത്ത് ഈ സവാളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഈ 1.5 കിലോയ്ക്ക് ഞാൻ ഒരു 2 അല്ലി വലിയ വെളുത്തുള്ളിയാണ് പൊളിച്ചിട്ടത്. അതിൻ്റെ കൂടെ വലിയ 2 കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് ഈ ചിക്കനകത്ത് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കാശ്മീരി പൊടിയാണേ. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അതിന് ശേഷം നമ്മൾ അരമുറി തേങ്ങയുടെ പകുതി അത് ചെറുതായിട്ട് നുറുക്കി ഇതേപോലെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ അടച്ചു വയ്ക്കണേ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് കറി വേവിക്കാൻ വെക്കണം. ഇതിനകത്ത് നമ്മൾ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിക്കരുത്. ഈ സവാളയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ ഈ ചിക്കൻ വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ അടിക്ക് പിടിക്കരുത്. പിന്നെ തക്കാളിയും നമ്മൾ ഇടത്തില്ല. ഈ ചിക്കൻ പെരട്ടിന് തക്കാളി ഇടത്തില്ല. ചിക്കനിലിപ്പോൾ ആവശ്യത്തിനുള്ള ഈ ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ ആ സവാളയിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ ചിക്കൻ വലിയൊരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 പട്ട, ബേ ലീഫ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ആണെങ്കിൽ ഈ ചീനിച്ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കണം. ചീനിച്ചട്ടിയിൽ ഇട്ട് നമ്മൾ കറി വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ കറി ഒരുവിധം നന്നായി വഴണ്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയം വേണം ഇത് ചേർക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് ചിക്കൻ വഴറ്റണം. കുരുമുളക് പൊടിയെല്ലാം ലാസ്റ്റ് ചേർക്കണം. അതിപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ പെരട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.